ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു UK EduPlus ചാനൽ. എല്ലാവർക്കും UK EduPlus ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +1 പബ്ലിക് എക്സാമിന് ഹിസ്റ്ററിയിൽ നിന്ന് വരാവുന്ന ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും UK EduPlus ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോവുക, എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കാലത്തിൻ്റെ ആരംഭം മുതൽ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് കാലത്തിൻ്റെ ആരംഭം മുതൽ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ആദിമ മനുഷ്യൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ, അത് പഠിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക മനുഷ്യരുടെ മുൻഗാമികൾ. അത് നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ടത് ഹോമിനോയിഡ്സ്, ഹോമിനിഡുകൾ, പിന്നെ ഹോമോ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ എഴുത്തുവിദ്യയും നഗരജീവിതവും. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് മെസ്സൊപ്പൊട്ടോമിയ. അതുപോലെ മെസ്സൊപ്പൊട്ടോമിയൻ നഗരജീവിതത്തെക്കുറിച്ച് പഠിക്കണം. പിന്നെ മെസ്സൊപ്പൊട്ടോമിയൻ ലിപി നമുക്കറിയാം, ക്യൂണിഫോം, അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക. പിന്നെ മെസ്സൊപ്പൊട്ടോമിയൻ നഗരങ്ങളെയും കുറിച്ച് പഠിക്കണം, നഗരജീവിതങ്ങളെയും കുറിച്ച് പഠിച്ചു പോവുക. അടുത്തിനി മൂന്നാമത്തെ ചാപ്റ്റർ 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യം. അതിൽ പ്രധാനപ്പെട്ടത് റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും, അതിൽ റോമൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കണം. പിന്നെ റോമൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വികാസവും പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ മധ്യ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ: ഇസ്ലാം മതത്തിൻ്റെ ഉയർച്ച, അതായത് വിശ്വാസങ്ങളെക്കുറിച്ചും സമുദായം, രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഖലീഫ ഭരണം ഇമ്പോർട്ടൻ്റ് ആണ്. കുരിശ് യുദ്ധങ്ങൾ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അടുത്തത് 3 ക്രമങ്ങൾ. ആ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്: ഫ്യൂഡലിസത്തെക്കുറിച്ച് പഠിക്കണം. പിന്നെ ഫ്യൂഡൽ നമുക്കറിയാം, അവിടെ വരുന്ന പ്രധാനപ്പെട്ട 3 ക്രമം ഉണ്ടായിരുന്നു. പുരോഹിത വർഗം ഒന്നാമത്തെ ക്രമം, സോഷ്യൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ക്രമം, അതിൽ ഒന്നാമത്തെ സോഷ്യൽ ഓർഡർ, അതിലൊന്നാമത്തെ പുരോഹിത വർഗം, രണ്ടാമത്തെ പ്രഭുവർഗം, മൂന്നാമത്തെ കർഷകർ. ഇത് 3ഉം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പിന്നെ 14ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളെയും കുറിച്ച് പഠിച്ചു പോവുക ഈ ചാപ്റ്ററിൽ നിന്ന്. അടുത്തത് ചാപ്റ്റർ മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: നവോത്ഥാനം എന്താണ് പഠിക്കുക. പിന്നെ ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പഠിക്കണം. പിന്നെ നവോത്ഥാന കലകളെക്കുറിച്ച് പഠിക്കണം. പിന്നെ വരുന്നത് പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണവും പ്രതി മതനവീകരണത്തെക്കുറിച്ച് പഠിക്കുക. ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണവും പ്രതി മതനവീകരണവും പഠിക്കുക. പിന്നെ കോപ്പർനിക്കസ് വിപ്ലവം, അതും പഠിച്ചു പോവുക. നെക്സ്റ്റ് ചാപ്റ്റർ സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: യൂറോപ്യന്മാരുടെ പര്യവേക്ഷണ യാത്രകളെക്കുറിച്ച് പഠിക്കണം. യൂറോപ്യന്മാരുടെ പര്യവേക്ഷണ യാത്രകളെക്കുറിച്ച് പഠിക്കുക. പിന്നെ അതിൽ വരുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ: ഈ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കണം, മതപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. പിന്നെ കൊളംബസിൻ്റെ ഒക്കെ സംഭാവന, കൊളംബസിനെയും കുറിച്ച് പഠിച്ചു പോവുക. പിന്നെ അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് വ്യാവസായിക വിപ്ലവം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്: വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ,
പിന്നെ വ്യാവസായിക വിപ്ലവം എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു? ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. പിന്നെ വരുന്നത് ഈ ചാപ്റ്ററിൽ പെറ്റർലൂ കൂട്ടക്കൊല അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ലുഡിസം അതിനെക്കുറിച്ച് പഠിക്കുക. പിന്നെ സ്ത്രീകളും കുട്ടികളും വ്യാവസായിക വൽക്കരണം, അതുപോലെ പ്രതിഷേധ പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പഠിക്കുക. അടുത്ത ചാപ്റ്റർ ആധുനിക വൽക്കരണത്തിലേക്കുള്ള പാതകൾ. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ചൈന ജപ്പാൻ അല്ലേ, ചൈന ജപ്പാൻ, അതായത് ജപ്പാനും ചൈനയും തമ്മിലുള്ള ഭൗതിക വ്യത്യാസങ്ങളെക്കുറിച്ച് പഠിക്കണം. പിന്നെ മാത്യു പെറിയുടെ ആഗമനത്തെക്കുറിച്ച് പഠിക്കുക. പിന്നെ മെയ്ജി പുനഃസ്ഥാപനം അതും പഠിക്കണം. പിന്നെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കുക. പിന്നെ അടുത്തത് ചൈന എടുത്തു കഴിഞ്ഞാൽ അതിൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നു. പിന്നെ സൺയാൻസിൻ്റെ 3 പ്രധാനപ്പെട്ട തത്വങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സൺയാൻസിൻ്റെ 3 തത്വങ്ങൾ. പിന്നെ മെയ് 4 പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുക, മെയ് 4 പ്രസ്ഥാനം. പിന്നെ മഹത്തായ സാംസ്കാരിക വിപ്ലവത്തെയും കുറിച്ച് പഠിക്കുക, അതായത് 1965 മാവോ സാംസ്കാരിക വിപ്ലവം എന്ന പരിപാടി ആവിഷ്കരിച്ചു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മഹത്തായ സാംസ്കാരിക വിപ്ലവം. ആരുടേതാണ്? ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം, മാവോ അല്ലേ, ഇതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പഠിക്കുക. അതിൽ നമുക്കറിയാം 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? അതൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. മാവോ സെതുങ് ആയിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അല്ലേ. അതിൻ്റെയൊക്കെ ഈ പ്രത്യേകത എന്തായിരുന്നു? കർഷകരെ മുൻനിർത്തിയുള്ള വിപ്ലവ പരിപാടികളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. പിന്നെ ഇത് പ്രധാനമായിട്ടും കുമിന്താങ് ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ മാവോയും കൂട്ടരും 1928 മുതൽ 1934 വരെ ജിയാങ്സി മലനിരകളിൽ താമസിച്ചിരുന്നു. ഇതൊക്കെ പഠിക്കുക. പിന്നെ 1958 മഹത്തായൊരു കുതിച്ചുചാട്ടം എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതൊക്കെ ചൈനയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. മഹത്തായൊരു കുതിച്ചുചാട്ടം ചൈനയിൽ നടന്ന ഓരോ പദ്ധതികളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു പോവുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതുക. നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.